മറ്റ് രണ്ട് പാർട്ടികളും ഇത്രയും വർഷമായിട്ട് മാറി മാറി ഭരിച്ചിട്ടും ഒരു സ്ഥലത്തും വികസനം നടത്താനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മളെ ഇവിടുത്തെ നാട്ടിന് നല്ലത് ചെയ്യണമെങ്കിൽ ശ്രീലേഖ ജയിച്ചാലേ നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മുരളീധരൻ ഒരിക്കലും MLA ആയിട്ട് MLA സ്ഥാനം രാജിവെച്ച് നോക്കുന്നതാണ്. മറ്റുള്ള ജനങ്ങൾ പറ്റിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഡബിൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ ഇനി അങ്ങോട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ഒരു ചേഞ്ച് ആവശ്യമാണ്, ഒരു മാറ്റം അനിവാര്യമാണ്. പുതിയ ആൾക്കാർ വരട്ടെ, മാറണം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ്. ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഈ മണ്ഡലത്തിൽ ജനങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരോടൊപ്പമെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. മറ്റ് രണ്ട് പാർട്ടികളും ഇത്രയും വർഷമായിട്ട് മാറി മാറി ഭരിച്ചിട്ടും ഒരു സ്ഥലത്തും മുന്നോട്ട് കണ്ടുകൊണ്ടുള്ളതായ ഒരു വികസനം നടത്താനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ചേഞ്ച് ആവശ്യമാണ്. ഒരു പുതിയ NDAക്ക് നമ്മൾ അതിനുള്ള ചാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഉണ്ടാക്കിയതായ ആ വികസനം കേരളത്തിലും വരും. അപ്പൊ അത് NDA വന്നേ പറ്റൂ. ശ്രീമതി ശ്രീലേഖ ജയിച്ചേ പറ്റൂ. ശ്രീലേഖ ജയിക്കണം. ചേട്ടൻ പറഞ്ഞു, നമ്മളെ ഇവിടുത്തെ നാട്ടിന് നല്ലത് ചെയ്യണമെങ്കിൽ ശ്രീലേഖ ജയിച്ചാലേ നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പൊതുജനങ്ങൾ മുമ്പ് ഇറങ്ങി നടക്കാൻ പാടാണ്. ഒരു മാറ്റം വരണം. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തവണ കൊണ്ടുപോകാൻ സാധ്യതകളുണ്ട്. ഒരു മാറ്റം വേണം. ഇന്ത്യയിലേക്ക് മാത്രമേ ഇനി ഇതുപോലത്തെ വികസന പദ്ധതികളൊക്കെ നടപ്പാക്കാനൊക്കെ ഉള്ളൂ. അതുപോലെ ഡബിൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ ഇനി അങ്ങോട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്ത്യയെ ജയിക്കുന്നതാണ്. എന്നെ ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ മുൻതൂക്കം VK പ്രശാന്തനാണ്. കാരണം അയാൾ മുൻ മേയറാണ്. മേയർ സമയത്ത് അത് പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. രണ്ടാമത് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ഭരണമൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം തികച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ 5 വർഷം നല്ല വികസനമാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ എല്ലാവരും ബലാബലം ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പക്ഷെ എന്നാലും VK പ്രശാന്തനാണ് മുൻതൂക്കമുള്ളത്. മുരളീധരൻ ഒരിക്കലും MLA ആയിട്ട് MLA സ്ഥാനം രാജിവെച്ച് പൊക്കളഞ്ഞതാണ്. മറ്റുള്ള ജനങ്ങൾ പറ്റിക്കുകയാണ് ചെയ്തത്. പറ്റിച്ച പൊക്കളഞ്ഞു. വിജയിച്ചതിന് ശേഷം പറ്റിച്ച് രാജിവെച്ച് പൊക്കളഞ്ഞു. നല്ല വൻ ഭൂരിപക്ഷം മുരളീധരൻ ജയിപ്പിച്ചതിന് ശേഷം ജനങ്ങളെ പറ്റിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഞാനൊന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ആളാണ്. ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലമില്ല, ഞാൻ കാട്ടാക്കട മണ്ഡലമാണ്. അതുകൊണ്ട് പറയാൻ VK പ്രശാന്തനാണ് ഇപ്പോൾ ഇവിടെ മുൻതൂക്കമുള്ളത്. മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? ചേട്ടന്റെ ഒരു അഭിപ്രായം എന്താ? VK പ്രശാന്തന്. ആര് ജയിക്കണമെന്നാ ചേച്ചിയുടെ ആഗ്രഹം? പറഞ്ഞു. ശരി. ശ്രീലേഖ ചേച്ചിയുടെ ഒരു ഇതുണ്ട്, നല്ലതാണ്. വരണമെങ്കിൽ അവർ വന്നാൽ നല്ലതാണ്. നല്ല ഒരു ഇതാണ്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ശ്രീലേഖ ചേച്ചി തന്നെ വന്നാൽ അതിനെ കൊണ്ടുപോകും. വട്ടിയൂർക്കാവിൽ നീ ആര് ജയിക്കുമെന്ന് പറയാൻ ഒക്കില്ല. 3 പേര് ഒന്നുപോലെയുള്ള കാൻഡിഡേറ്റാണ്. ആര് ജയിക്കണമെന്നാണ്? ജയിക്കണമെങ്കിൽ മുരളി ജയിക്കണം. എനിക്ക് മുരളി ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. മൂന്ന് പാർട്ടികളെല്ലാം ഒരുപോലെ നിൽക്കിയത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കട്ടക്ക് കട്ട നിൽക്കുകയാണ് എല്ലാവരും. അതൊന്നും പറയാൻ പറ്റില്ല. 3 കട്ടക്ക് കട്ട. അത് എങ്ങനെ പറയും? പ്രശാന്ത് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ കോർപ്പറേഷനിൽ വിജയിച്ചു വന്ന ഒരാളാണ് നമ്മുടെ മാഡം. അപ്പോൾ മാഡത്തിൻ്റെ ഇപ്പോൾ ഞാനിവിടെ നോക്കിയിട്ട് കാണാനുള്ള BJPയുടെ പ്രചരണങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിനും സാധ്യതയുണ്ട്. പിന്നെ മുരളീധരൻ സാറ് പുള്ളിയും ഇവിടുത്തെ ആളായിരുന്നു. അപ്പോൾ എന്താണെന്ന് ശരിക്കും പ്രവചിക്കാൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭരണം വരണം ഇനിയിപ്പോൾ. കാരണം കുറച്ച് പോരായ്മകൾ പല സ്ഥലത്തും കാണാനുണ്ട്. ഒരു മാറ്റം അനിവാര്യമാണ്. ശ്രീലേഖ വിജയിക്കണമെന്നുള്ളതാണ് ആഗ്രഹവും. ശ്രീലേഖ തന്നെ വിജയിക്കും എന്നുള്ളതാണ് നല്ല ഹോപ്പുണ്ട്. എന്തായാലും ഇത്തവണ ശ്രീലേഖ ആവാനാണ് സാധ്യത കൂടുതൽ. ഉറപ്പായിട്ടും വരണം. പുതിയ ആൾക്കാർ വരട്ടെ, മാറണം. ഉദ്ദേശം ശ്രീലേഖ ജയിക്കും. ശ്രീലേഖ ജയിക്കും.